പക്ഷേ എല്ലാ കാലത്തും ഈ വള്ളംകളിയും ഈ സംസ്കാരവും ഒക്കെ എല്ലാവരെയും ത്രസിപ്പിക്കുന്നു, എല്ലാവർക്കും വലിയൊരു എനർജി നൽകുന്നു എന്നുള്ളതാണ്. കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാർഷിക വൃത്തിക്ക് ശേഷമുള്ള അവരുടെ ഒരു കൊയ്ത്ത് കഴിഞ്ഞുള്ള ഒരു ഉത്സവമായി അവർ കാണുന്നതാണ് നെഹ്റു ട്രോഫി ജലമേള. പണ്ടങ്ങനെയായിരുന്നു. മുമ്പ് കുമരകത്തു നിന്നും കോട്ടയത്തു നിന്നും നെഹ്റുവിനെ ആനയിച്ചുകൊണ്ട് വരുന്നതിനും അദ്ദേഹത്തിൻ്റെ വരവ് പ്രമാണിച്ചും സംഘടിപ്പിച്ചതാണ് ജലമേള. പക്ഷെ അന്നത്തെ ആ ഒരു മേള കണ്ട് ആകർഷനായ നെഹ്റു അന്നത്തെ നടുഭാഗം ചുണ്ടലിലേക്ക് ചാടി ഇറങ്ങി എന്നാണ് അദ്ദേഹം അന്ന് ഉള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് ഡൽഹിയിലേക്ക് പോയി അദ്ദേഹം തിരിച്ച് അങ്ങനെ ഒരു നെഹ്റുവിൻ്റെ വെള്ളിക്കപ്പുള്ള നെഹ്റുവിൻ്റെ ആ ഒരു വെള്ളിക്കപ്പ് ആലപ്പുഴയിലേക്ക് കൊടുത്തി. അന്നും ഇന്നും അത് തന്നെയാണ് നെഹ്റു ട്രോഫി ജലമേളയുടെ പ്രധാനപ്പെട്ട ഇതായി സമ്മാനമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചെറുവള്ളങ്ങളുടെ മത്സരം, സ്ത്രീകളുടെ വള്ളങ്ങളുടെ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങൾ കാണുന്നത് അതാണ്. സ്ത്രീകൾ തുഴഞ്ഞു വരുന്ന വള്ളങ്ങളുടെ മത്സരമാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. So Tekkanodi Kettu final മത്സരമാണ്. Tekkanodi Kettu വിഭാഗത്തിന്റെ ഫൈനൽ മത്സരം. Track 1 company by Chaitanya Bhotlam. Track number 2 Padiyare Parambin by Youngstar Boat Club. And track number 3 Chellikaadan by Janita Memorial Boat Club. And track number 4 Arti എന്റെ സഹ കമന്റേറ്റർ ശ്രീ ഡി സജീവ് റിക്കാർഡിന്റെ ലീഡിന്റെ താങ്ക് യു ശ്രീ ഷൈജു ദാമോദരൻ. തെക്കനോടി കെട്ടുവള്ളങ്ങളുടെ ഫൈനൽ മത്സരം ഇതാ പുന്നമടക്കായലിൽ സമാരംഭിച്ച് മധ്യഭാഗം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒന്നാം ട്രാക്കിൽ കമ്പനി, രണ്ടാം ട്രാക്കിൽ പടിഞ്ഞാറെ പറമ്പൻ, മൂന്നാം ട്രാക്കിൽ ചെല്ലിക്കാടൻ, നാലാം ട്രാക്കിൽ കാട്ടിൽ തെക്കതില. ഒന്നിൽ കമ്പനി, രണ്ടിൽ പടിഞ്ഞാറെ പറമ്പൻ, മൂന്നിൽ ചെല്ലിക്കാടൻ, നാലിൽ കാട്ടിത്തെക്കതിൽ. കമ്പനിയും ചെല്ലിക്കാടനും കാട്ടിത്തെക്കതിലും 100 വർഷത്തിനു മുകളിൽ പഴക്കമുള്ള വള്ളങ്ങളാണ്. കമ്പനിയും ചെല്ലിക്കാടനും കാട്ടിത്തെക്കതിലും ഒരേ ആശാരിമാർ നിർമ്മിച്ച വള്ളങ്ങളാണ്. പരമനാശാരിയും കുഞ്ഞിക്കിട്ടനാശാരിയും. വിജയങ്ങളുടെ ചരിത്രഗാഥകൾ അവർക്ക് പിന്നിലുണ്ട്. പടിഞ്ഞാറെ പറമ്പൻ പുതിയ വള്ളമാണ്. നമുക്കറിയാം, പടിഞ്ഞാറെ പറമ്പൻ 2024 നീറ്റിറക്കിയ വള്ളമാണ് പടിഞ്ഞാറെ പറമ്പനെങ്കിൽ അത് തുഴയുന്നത് യങ്സ്റ്റാർ ബോട്ട് ക്ലബ്ബ് കാട്ടിൽ മാർക്കറ്റ് ആണ്. ഒന്നാം ട്രാക്കിൽ കമ്പനി കടന്നു വരുമ്പോൾ ചൈതന്യ ബോട്ട് ക്ലബ്ബ് അനുശ്രീ VA ആണ് അതിന്റെ ക്യാപ്റ്റനെങ്കിൽ, അജീഷ് ആണ് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റനെങ്കിൽ, രണ്ടാം ട്രാക്കിലെ പടിഞ്ഞാറെ പറമ്പൻ, അതെ പടിഞ്ഞാറെ പറമ്പൻ യങ്സ്റ്റാർ ബോട്ട് ക്ലബ്ബ് കാട്ടിൽ മാർക്കറ്റ് തുടയുന്നു. സുകന്യ S ആണ് അതിന്റെ ക്യാപ്റ്റനെങ്കിൽ, ഹരികൃഷ്ണൻ ഹരിപ്പാടാണ് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ. രാജീവ് ഒന്നാം പങ്കായത്തിലും മനോജ് രണ്ടാം പങ്കായത്തിലുമാണെങ്കിൽ, മോനിഷ ഒന്നാം തുടയിൽ കടന്നു വരുമ്പോൾ മൂന്നാം ട്രാക്കിൽ ചെല്ലിക്കാടൻ, കഴിഞ്ഞ വർഷത്തെ ജേതാക്കളാണ് ചെല്ലിക്കാടൻ. നാലാം ട്രാക്കിൽ കാട്ടിത്തെക്കതില. ഞാനിത് പറയുമ്പോൾ മൂന്നാം ട്രാക്കിലെ ചെല്ലിക്കാടനും രണ്ടാം ട്രാക്കിലെ പടിഞ്ഞാറെ പറമ്പനും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം. അതെ, കഴിഞ്ഞ വർഷത്തെ നെഹ്റു ട്രോഫിയിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ പടിഞ്ഞാറെ പറമ്പനും 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ചെല്ലിക്കാടനും പഴയ വള്ളവും പുതിയ വള്ളവും തമ്മിൽ ഇതാ പുന്നമടക്കായലിൽ കുതിച്ചു പാഞ്ഞു വരികയാണ്. 2ാം ട്രാക്കിലെ പടിഞ്ഞാറെ പറമ്പൻ, അതെ പടിഞ്ഞാറെ പറമ്പനാണ് അല്പം മുന്നിൽ. ഇല്ല, ചെല്ലിക്കാടന്റെ പങ്കായങ്ങൾ കറങ്ങുന്നത് കണ്ടില്ലേ? മനോഹരമായ തെക്കനോടി തറവള്ളങ്ങള്. 2ാം ട്രാക്കിലെ പടിഞ്ഞാറെ പറമ്പൻ
വനിതകളാണ് തുഴയുന്നത്. കണ്ടില്ലേ, ഈ മത്സരങ്ങളിലെല്ലാം ബാക്കി പുരുഷന്മാരാണ് തുഴയുന്നതെങ്കിൽ ചെല്ലിക്കാടനും പടിഞ്ഞാറേ പറമ്പനും ഒപ്പത്തിനൊപ്പം 68 നമ്പർ വള്ളം പടിഞ്ഞാറേ പറമ്പൻ കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ ചെല്ലിക്കാടനെ അട്ടിമറിക്കുമോ? അതെ, പടിഞ്ഞാറേ പറമ്പൻ യങ്സ്റ്റാർ ബോട്ട് ക്ലബ്ബ് കാട്ടിൽ മാർക്കറ്റിന്റെ നാമധേയം ഈ പുന്നമടയിൽ മുഴക്കിക്കൊണ്ട് പടിഞ്ഞാറേ പറമ്പനെങ്കിൽ ആ കാട്ടിൽ മാർക്കറ്റിന് അടുത്തുള്ള ചെല്ലിക്കാടൻ ജനിത മെമ്മോറിയൽ ബോട്ട് ക്ലബ്ബ് ചെല്ലിക്കാടനും കടന്നു വരുമ്പോൾ 4-ാം ട്രാക്കിലെ കാട്ടിത്തെക്കതിലുണ്ട്. 1-ാം ട്രാക്കിലെ കമ്പനി അങ്ങനെ മുന്നേറുകയാണ്. 2 വള്ളങ്ങൾ പടിഞ്ഞാറേ പറമ്പനും ചെല്ലിക്കാടനും ഫിനിഷ് ചെയ്തെങ്കിൽ 1-ാം ട്രാക്കിലെ കമ്പനി, 4-ാം ട്രാക്കിലെ കാട്ടിത്തെക്കതില്, ആ കാട്ടിത്തെക്കതില് 4-ാം ട്രാക്കിലൂടെ കടന്നു വരുന്നു സാറാ പ്രിൻസ് പായിക്കാട് പുന്നമട ക്യാപ്റ്റനെങ്കിൽ ടി ബാലചന്ദ്രൻ ലീഡിംഗ് ക്യാപ്റ്റനെങ്കിൽ നന്മ സാംസ്കാരിക വേദി തുഴയുന്ന കാട്ടിത്തെക്കതിലും അങ്ങനെ കടന്നു പോകുന്നു. വനിതകളുടെ പ്രാതിനിധ്യം 72ാമത് നെഹ്റു ട്രോഫിയിൽ ഉറപ്പിച്ചുകൊണ്ട് കാട്ടിത്തെക്കതിലും ഇതാ കമ്പനിയും കടന്നു പോകുന്ന കാഴ്ച. വളരെ വാശിയേറിയ തെക്കനോടി കെട്ടുവള്ളങ്ങളുടെ ഫൈനൽ മത്സരം സമാപിച്ചിരിക്കുന്നു. ഇനി തെക്കനോടി തറവള്ളത്തിന്റെ വള്ളങ്ങളുടെ മത്സരത്തിൽ ഒരു വള്ളം മാത്രമാണ് മത്സരിക്കുന്നത്. സാരഥിയാണ് ഫ്രണ്ട്സ് വനിതാ ബോട്ട് ക്ലബ്ബ് പുന്നമടയാണ് തുഴയുന്നത്. ഷാനിമോൾ ഷാജിയാണ് അതിന്റെ ക്യാപ്റ്റനെങ്കിൽ ഷാനു ഷാജിയാണ് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ. സാരഥിയും കാട്ടിൽ മാർക്കറ്റിനടുത്തുള്ള KV ജെട്ടിയിലുള്ള തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലുള്ള വള്ളമാണ് സാരഥി. തുടർന്നുള്ള വിവരണത്തിന് മൈക്ക് ഓവർ ടു ബിനോയ് ജെ തോട്ടകാട്. ഹായ്, നമസ്കാരം. ടാറ്റ മോട്ടോഴ്സ് 72 നെഹ്റു ട്രോഫി ബോട്ട് റേസിന്റെ തെക്കനോടി വിഭാഗം കെട്ടുവള്ളങ്ങളുടെ ഫൈനൽ മത്സരം ഇതാ ആവേശം ജനിപ്പിച്ചുകൊണ്ട് കടന്നുപോയെങ്കിൽ ഇതാ തെക്കനോടി തറ വിഭാഗത്തിൽ പ്രദർശന ഫൈനൽ മത്സരത്തിൽ ഒറ്റ വള്ളം മാത്രമാണ് മത്സരിക്കുക. 1-ാം നമ്പർ ട്രാക്കിലൂടെ 71-ാം നമ്പർ വള്ളം ഫ്രീസ് വനിതാ ബോട്ട് ക്ലബ് പുന്നമട തുഴയുമ്പോൾ ഷാനിമോൾ ഷാജി അതിന്റെ ക്യാപ്റ്റനാണ്. ലീഡിംഗ് ക്യാപ്റ്റൻ ഷാനു ഷാജിയാണ്. 1-ാം പങ്കായത്തിൽ പവിത്രൻ കൈനകരിയും 1-ാം അണിയത്ത് 1-ാം തുഴയിൽ സുധർമ്മ കൈനകരിയും 2-ാം തുഴയിൽ സുഷമ വേഴപ്രയും അതിന്റെ താളക്കാരായി ഷാനുമുണ്ട്. സ്ത്രീകൾ വനിതകൾ തന്നെ താളം കൊടുക്കുന്ന വള്ളമായി മാറുകയാണ് സാരഥിയുടെ ചരിത്രം. നെഹ്റു ട്രോഫിയിൽ 2014 ജൂലൈ 14 നീരണിഞ്ഞ് 2014 മുതൽ മത്സരിക്കുന്ന ഈ വള്ളം നെഹ്റു ട്രോഫിയിൽ 2017-ലും 2019-ലും 2022-ലും 2019-ലും കേരള പോലീസ് ബോട്ട് ക്ലബിന്റെ വനിതാ കായിക താരങ്ങൾ ഉജ്ജ്വലമായ തുഴച്ചിൽ കാഴ്ചവെച്ചുകൊണ്ടാണ് സാരഥിയുടെ ഫിനിഷ് ചെയ്ത്. പല്ലനയാറ്റിൽ ഈ വള്ളങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. സജി സാർ സൂചിപ്പിച്ചതുപോലെ തെക്കനോടി കെട്ടുവള്ളങ്ങളും തെക്കനോടി തറ വിഭാഗം വള്ളങ്ങളും 2 വള്ളങ്ങളിൽ തെക്കനോടി കെട്ടുവള്ളങ്ങൾക്ക് 9 പതിറ്റാണ്ടിലേറെ 1 നൂറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ള വള്ളങ്ങളാണ്. അല്പം മുമ്പ് കടന്നുപോയെങ്കിൽ 2014-ലാണ് ഈ തറ വിഭാഗത്തിലുള്ള മത്സരം പ്രത്യേകമായി ഇവിടെ നടന്നത്. ഇന്ന് ഈ വിഭാഗത്തിൽ 4 വള്ളങ്ങൾ പങ്കെടുക്കുന്നില്ല, സാരഥി മാത്രമാണ് പങ്കെടുക്കുക. ഫ്രീസ് വനിതാ ബോട്ട് ക്ലബ് പുന്നമട തുഴയുന്ന ഷാനിമോൾ ഷാജി, ഷാനു ഷാജി. നമുക്കറിയാം പുന്നമട നെഹ്റു ട്രോഫി വാർഡിലെ ഷാജിയുടെ കുടുംബം, അദ്ദേഹത്തിന്റെ ഭാര്യ ജനിത ഇന്ന് നമ്മോടൊപ്പമില്ല. ഒരുപാട് വർഷങ്ങളിൽ വള്ളം ഇതാ വരികയാണ്. സാരഥി വള്ളം 71-ാം നമ്പർ വള്ളം ഒറ്റയ്ക്കാണെങ്കിൽ എന്താ, സാരഥി വള്ളം ഇതാ കുതിച്ചു പായുന്ന പടക്കുതിര എന്ന് പറയാൻ പറ്റുന്ന രീതിയിലല്ല, അവർക്ക് എതിരാളികളില്ല എങ്കിലും അവരും കടന്നു പോവുകയാണ്. ഫ്രീസ് വനിതാ ബോട്ട് ക്ലബ് പുന്നമടയുടെ കായിക താരങ്ങൾ കടന്നു പോകുമ്പോൾ അടുത്ത മത്സരത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത മത്സരം എന്ന് പറയുന്നത് ഇരുട്ടുകുത്തി സി ഗ്രേഡിന്റെ ഫൈനൽ മത്സരമാണ്. ഇരുട്ടുകുത്തി സി ഗ്രേഡിന്റെ ഫൈനൽ മത്സരത്തിൽ ആരൊക്കെയാണ് ഏറ്റുമുട്ടുക? അതായത് 14 വള്ളങ്ങൾ ഉച്ചയ്ക്ക് മുമ്പ് മത്സരിച്ചതിൽ സമയമടിസ്ഥാനത്തിൽ 1 മുതൽ 4 സ്ഥാനങ്ങളിലെത്തിയ വള്ളങ്ങൾ വിവിധ ട്രാക്കുകളായി മത്സരിക്കുന്നു. ഇരുട്ടുകുത്തി സി ഫൈനൽ ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഹിയർ. 1-ാം ട്രാക്കിലൂടെ 59-ാം നമ്പർ വള്ളം ചെറിയ പണ്ഡിതൻ, മഞ്ഞനക്കാട് ബോട്ട് ക്ലബ് ഞാറക്കൽ അണിയിച്ചൊരുക്കുന്ന ചെറിയ പണ്ഡിതൻ ബിബീഷ് കെ ആണ് അതിന്റെ ക്യാപ്റ്റൻ. ലീഡിംഗ് ക്യാപ്റ്റൻ നിമോഷ് ആണെങ്കിൽ അമരത്ത് നിവേശം, അണിയത്ത് സനലുമുണ്ട്. 2-ാം ട്രാക്കിലൂടെ 53-ാം നമ്പർ വള്ളം ജിബി തട്ടകൻ കടന്നു വരികയാണ്. ടിപ്പു വാരിയേഴ്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്
തുടയുന്ന തൃപ്രയാർ തുടയുന്ന ജിബി തട്ടകൻ രണ്ടാം ട്രാക്കിലൂടെ, ഷാഹിദ് അബ്ദുൽ ഖാദർ അതിന്റെ ക്യാപ്റ്റൻ, ജെയിംസ് CJ അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ, ടിപ്പു ഒന്നാം അവരത്തും അതിന്റെ ഒന്നാം തുടക്കാരനായി വൈശാഖും വെള്ളത്തിലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മൂന്നാം ട്രാക്കിലൂടെ 61 നമ്പർ വള്ളം തട്ടകത്തമ്മ, ഏറ്റവും പുതിയ വള്ളമാണ് തട്ടകത്തമ്മ. തുരുത്തിപ്പുറം ബോട്ട് ക്ലബിന്റെ ചിറകിലേറിയാണ് അവർ വരുന്നത്. ആരാണ് ക്യാപ്റ്റൻ? വിജിത് ദേവിയും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.